പ്രക്ഷോഭത്തിനിടെ മലയാളി ടൂറിസ്റ്റുകൾ നേപ്പാളിൽ കുടുങ്ങി. കോഴിക്കോട് നിന്ന് വിനോദയാത്രയ്ക്ക് പോയ സംഘമാണ് കുടുങ്ങിയത്. റോഡിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നും റൂമിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നും സംഘത്തിലുള്ളവർ പറയുന്നു. ഞങ്ങൾ ഇന്നലെ രാവിലെയാണ് ഇവിടെ എത്തിയത്. കോഴിക്കോടുള്ള ഒരു ട്രാവൽസിൻ്റെ ഗ്രൂപ്പിൽ വന്നതാണ്. 40 പേരുണ്ട്. കുറേ ആളുകൾ സീനിയേഴ്സാണ്. 65-70 വയസ്സുള്ള ആളുകളൊക്കെ ഞങ്ങൾ കൂടെ ഉണ്ട്. ഇപ്പോൾ റോട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഞങ്ങളെ റൂമിലേക്ക് പോലും എത്താൻ പറ്റുന്നില്ല. റോഡൊക്കെ ബ്ലോക്കാക്കിയിട്ട് വിജനമായ റോഡാണ്. പോലീസ് വണ്ടികൾ തന്നെ വളരെ കുറവായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ തരുമോ എന്ന് ചോദിച്ചാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് പോലും ഞങ്ങളെ അത് കയറ്റിയല്ല, പോലീസ് സ്റ്റേഷനൊക്കെ അടച്ച് ബന്ധമായിട്ടിരിക്കുകയാണ് അവർ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കാര്യങ്ങൾ വളരെ സങ്കീർണമാണ്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. സലാം, നേപ്പാളിലെ സാഹചര്യം നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. ഈ മലയാളികൾ ഇവർ എത്ര പേരുണ്ട്? സേഫാണോ ഇവർ? അമൃത, 40 പേരടങ്ങുന്ന ഒരു സംഘമാണ് കോഴിക്കോട് നിന്നും ഒരു സ്വകാര്യ ട്രാവൽ ഏജൻസിയുടെ ഗ്രൂപ്പിൽപ്പെട്ട് കാഠ്മണ്ഡുവിലേക്ക്, നേപ്പാളിലേക്ക് ടൂറിസ്റ്റ് വിനോദസഞ്ചാരത്തിന് വേണ്ടി പോയത്. അപ്പോഴാണ് ഈ ജൻസെഡ് പ്രക്ഷോഭം ശക്തമായത്. അതേ തുടർന്നാണ് ഇപ്പോൾ കാഠ്മണ്ഡുവിൽ ഇവർ കുടുങ്ങിക്കിടക്കുന്നത്. 40 പേരടങ്ങുന്ന സംഘമാണ്. ഇതിൽ വയോധികരടങ്ങുന്ന ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് ഇവർ നേരിടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിക്കാനോ അങ്ങനെ അവരോട് സഹായം ചോദിക്കാനോ ചെയ്തപ്പോൾ അവർക്ക് സഹായിക്കാനാകാത്ത സ്ഥിതിയാണെന്നുള്ള ഒരു മറുപടിയാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് റൂമിലേക്ക് മാറാനാകുന്നില്ല എന്നുള്ളൊരു ആശങ്കയാണ് ഇവർ പങ്കുവെക്കുന്നത്. ഏതായാലും ഇവർ ഇപ്പോഴും ഈ കാഠ്മണ്ഡുവിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഒരു പക്ഷേ ഈ വാർത്ത പുറത്തു വരികയാണെങ്കിൽ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന്, എംബസിയുടെ ഭാഗത്തുനിന്നോ സഹായം ലഭിക്കുകയാണെങ്കിൽ മാത്രമേ ഇവർക്ക് റൂമിലേക്ക് പോകാനാകൂ എന്നുള്ളതാണ് അവിടെയുള്ള ആളുകളോട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കാഠ്മണ്ഡുവിൽ നമുക്കറിയാം വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് റൂമിലേക്ക് മാറാനോ സുരക്ഷിതമായ ഒരിടത്തേക്ക് ഇവർക്ക് പോകാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ പങ്കുവെക്കുന്ന ആശങ്ക. അമൃത. ശരി, സലാം.